നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗൃഹം നിർമ്മിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട സാമാന്യ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ഗൃഹം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഗൃഹനിർമ്മാണ മുഹൂർത്തങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പേ ആ സ്ഥലത്തെ പറ്റി അറിയുക, ആ സ്ഥലത്തെ ലക്ഷണങ്ങളെ അറിയുക. ലക്ഷണമുള്ള സ്ഥലത്ത് താമസിച്ചാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകുന്നു. അതുപോലെ ഗൃഹനിർമ്മാണത്തിന് മുഹൂർത്തം കുറിക്കുന്നതിനും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ലക്ഷണപ്പിഴയുള്ള പുരയിടങ്ങളിൽ താമസിക്കുന്നവർക്ക് അനിഷ്ടഫലങ്ങൾ ഉണ്ടാക്കുന്നു. പശുക്കൾ, മനുഷ്യർ ഉപയോഗങ്ങളായ ഫലങ്ങളും പുഷ്പങ്ങളും പാല് ധാരാളമുള്ള വൃക്ഷങ്ങൾ ഇതോടുകൂടിയതായും കുന്നും കുഴിയും കൂടാതെ സമനിരപ്പായും കിഴക്കോട്ട് നീരൊഴുകുകയും മിനുപ്പമുള്ള മണ്ണോടുകൂടിയതും ചവിട്ടിയാൽ ഗംഭീര ശബ്ദമുള്ളതായും പ്രദിഷ്ണമായി ഒഴുകുന്ന ജലാശയങ്ങളോടു കൂടിയതായും വിത്തുകൾ വിതച്ചാൽ തൽക്ഷണം മുളയ്ക്കുന്നതായും ഒരു കുഴി കുഴിച്ച് അതിൽ നിന്നെടുത്ത മണ്ണ് അതിൽ തന്നെ നിറച്ചാൽ മണ്ണ് ശേഷിക്കുന്നതായും വേനൽക്കാലത്ത് ധാരാളം വെള്ളമുള്ളതായ സ്ഥലവും ഉത്തമമാണ്. ഇതിന് വിപരീതമായ സ്ഥലം അധമവും കൂടിക്കലർന്ന സ്ഥലം മധ്യമവുമാകുന്നു. വൃത്താകൃതിയും അർദ്ധചന്ദ്രാകൃതിയിലുള്ളതും 3, 5, 6 കോണുകളോടു കൂടിയതും ശൂലത്തിൻ്റെയോ കൊമ്പിൻ്റെയോ മുറത്തിൻ്റെയോ ആകൃതിയിലുള്ളതും മത്സ്യം, ആന, ആമ എന്നിവയുടെ പൃഷ്ഠം പോലെ ഇരിക്കുന്നതും പശുമുഖം പോലെയുള്ളതും ഒരു ഭാഗം വീതി കൂടിയതും മറുഭാഗം വീതി കുറഞ്ഞതുമായിരിക്കുന്നതും കിളച്ചാൽ ഭസ്മം, ഉമ്മി, അസ്ഥി, തലനാര്, കരിക്കട്ട, കൃമികൾ എന്നിവയെ കാണുക. മണ്ണിന് ദുർഗന്ധമുള്ളത് എന്നീ സ്ഥലങ്ങൾ വർജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പടിഞ്ഞാറ് ഉയർച്ചയും കിഴക്ക് താഴ്ന്നതുമായ സ്ഥലം ഗോവീതി അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. വായുകോണ് ഉയർച്ചയും അഗ്നികോണ് താഴ്ന്നതുമായ സ്ഥലം അഗ്നിവീതി ധനനാശം ഉണ്ടാക്കുന്നു. വടക്കുയർന്നതും തെക്ക് താഴ്ന്നതുമായ സ്ഥലം യമവീതി മരണത്തെ ഉണ്ടാക്കുന്നു. ഈശാനകോണ് ഉയർച്ചയും നിര്യതികോണ് താഴ്ചയുമായ സ്ഥലം ഭൂതവീതി ധനനാശം ഉണ്ടാക്കുന്നു. കിഴക്ക് ഉയർച്ചയും പടിഞ്ഞാറ് താഴ്ചയുമായ സ്ഥലം ജലവീതി ദാരിദ്ര്യം ഉണ്ടാക്കുന്നു. അഗ്നികോണ് ഉയർച്ചയും വായുകോണ് താഴ്ചയുമായ സ്ഥലം നാഗവീതി പുത്രനാശം ഉണ്ടാക്കുന്നു. തെക്കുയർന്നതും വടക്ക് താഴ്ന്നതുമായ സ്ഥലം ഗജവീതി ധനവർദ്ധനവ് ഉണ്ടാക്കുന്നു. നിര്യതികോണ് ഉയർച്ചയും ഈശാനകോണ് താഴ്ചയുമായ സ്ഥലം ധാന്യവീതി സർവമംഗളം. എല്ലാവർക്കും ക്ഷേത്രങ്ങളുടെ അടുത്ത് വീട് വയ്ക്കുവാനും താമസിക്കുവാനും താൽപ്പര്യം വളരെ കൂടുതലാണ്. എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരം ക്ഷേത്രങ്ങളുടെ അടുത്ത് വീടുകൾ നിർമ്മിച്ച് താമസിക്കുവാൻ പാടില്ല. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുറകിലും ഇടതുവശത്തും വീടുകൾ വാങ്ങുവാനും വീടുകൾ വയ്ക്കുവാനും പാടില്ല. പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകുകയും അതുവഴി ഉയർച്ചയുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. ഭദ്രകാളി, ശിവൻ മുതലായ എല്ലാ ഉഗ്രമൂർത്തികളുടെയും മുന്നിലും വലതുവശത്തും ഗൃഹം പണിയുവാനും താമസിക്കുവാനും പാടില്ല. അതുപോലെ തന്ത്രി, ശാന്തിക്കാർ മുതലായ ദേവപരിചാരകന്മാർക്ക് ദേവൻ്റെ ഏതു ഭാഗത്തും ഏറ്റവും അടുത്തും ഗൃഹം പണി ചെയ്ത് താമസിക്കാവുന്നതാണ്. അതുപോലെ ദേവാലയങ്ങളുടെ അടുത്ത് ദേവാലയങ്ങളെക്കാളും ഉയരത്തിൽ വീടുകൾ നിർമ്മിക്കുവാനും പാടില്ല. ഗൃഹാരംഭത്തിന് ഊൺനാളുകൾ വളരെ ഉത്തമമാണ്. അതായത് അശ്വതി, രോഹിണി, മകയിരം, പുണർദം, പൂയം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ 16 നക്ഷത്രങ്ങൾ ഉത്തമമാകുന്നു. ഗൃഹാരംഭത്തിന് ഈ തിഥികൾ പാടില്ല. ചതുർത്ഥി, ചതുർദശി, അഷ്ടമി, നവമി എന്നീ തിഥികളും ഗൃഹാരംഭത്തിനും ഗൃഹപ്രവേശനത്തിനും എടുക്കുവാൻ പാടില്ല. ഞായർ, ചൊവ്വ, ശനി എന്നീ ദിവസങ്ങളും കർക്കിടകം, കന്നി, കുംഭം എന്നീ മാസങ്ങളും ഗൃഹം തുടങ്ങുവാൻ പാടില്ല. അതുപോലെ ഗൃഹപ്രവേശനത്തിനും
ഈ മാസങ്ങൾ പാടില്ല. മുഹൂർത്ത രാശിയുടെ 7, 8, 4 എന്നീ രാശികൾ ശുദ്ധമായിരിക്കണം. അതായത് ഈ രാശിയിൽ പാപഗ്രഹങ്ങൾ വരുവാൻ പാടില്ല.